Hey everyone, welcome back. How are you all? I'm pretty good here. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇന്ന് ദുബായിൽ വന്നിട്ട് 1 month ഒക്കെ കഴിഞ്ഞു. പക്ഷേ ഇതുവരെ നമ്മൾ ഗ്ലോബൽ വില്ലേജ് പോകാനുള്ള ടൈമും കിട്ടിയില്ല, ഒരു സ്പേസും കിട്ടിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോകുന്നുണ്ട്. സോ നോമ്പൊക്കെ മുറിച്ചിട്ട് അങ്ങോട്ടേക്ക് കയറാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഏതൊക്കെ കൺട്രി ആണെന്നോ ഒന്നും ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. അവിടെ ചെന്നിട്ട് ഐ എം ക്വൈറ്റ് എക്സൈറ്റഡ്. സോ ലെറ്റ്സ് സീ. അപ്പോൾ ഇതുവരെ ഗ്ലോബൽ വില്ലേജ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഈ വീഡിയോയിലൂടെ ഞാൻ കാണുന്നതൊക്കെ നിങ്ങളെ കാണിക്കാം. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ് വിതൗട്ട് എനി ഫർദർ ഡിലേ. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ സാറ്റർഡേ ഒരു ഈവനിങ് 4:30 ഇറങ്ങിയത്. ബൈ ഗ്ലോബൽ വില്ലേജിൽ ഒരു 5 ആയപ്പോൾ എത്തി. ആൻഡ് സാറ്റർഡേ ഇറങ്ങാനുള്ള പ്രധാന കാരണം സൺഡേ നമുക്ക് റെസ്റ്റ് ചെയ്യാമെന്ന് ഉള്ളത് കൊണ്ടാണ്. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് നടക്കാനുണ്ട്, കാലൊക്കെ നല്ല വേദനിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞേ അത്രയൊക്കെ വേദനിക്കും, ഇവർ പറഞ്ഞത് കുറച്ചുകൂടെ ബിൽഡപ്പ് ചെയ്ത് പറഞ്ഞതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ കാലൊക്കെ വേദനിച്ചിട്ട് ഷൂവും കൂടെ ആയിരുന്നു ഇട്ടത്, അതുകൊണ്ട് കാലൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ ഇറങ്ങാനാകുമ്പോൾ ഈ പാർക്കിംഗ് ഏരിയ ഒക്കെ ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്തു വെച്ചതാണ്. ആൻഡ് പാർക്കിംഗ് ഏരിയ മിസ് ചെയ്യാതിരിക്കാൻ അവിടെ നമ്പർ ഉണ്ട്. അപ്പോൾ ആ ഒരു നമ്പർ ഓർത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ അകത്ത് കയറിയത്. അപ്പോൾ ഗ്ലോബൽ വില്ലേജ് ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ എടുക്കാം, അതുപോലെ ഓഫ്ലൈനും എടുക്കാം. അപ്പോൾ ഗ്ലോബൽ വില്ലേജ് എന്താന്ന് പറഞ്ഞാൽ ദുബായിൽ പല രാജ്യത്ത് കിട്ടുന്ന ഐറ്റംസ് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ അവരുടെ ഫുഡും അവരുടെ ഒരു കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരിടമാണ് ഈ ഗ്ലോബൽ വില്ലേജ് എന്നുള്ളത്. അപ്പോൾ ഓരോരോ പവലിയനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജപ്പാൻ, തായ്ലൻഡ്, ഇന്ത്യ, ഇറാഖ്, അങ്ങനെ ഒരുപാട്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ കയറിയാൽ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെയാണ് ഡ്രസ്സസ് ഉണ്ട്, സ്പൈസസ് ഉണ്ട്, ഫുഡ് ഉണ്ട്, അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. തായ്ലൻഡിൽ കയറിയാൽ അങ്ങനെ അത് ഡ്രസ്സസ് മേടിക്കാം, അവരുടെ വെറൈറ്റീസ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ കൾച്ചറിലുള്ള ഐറ്റംസ് ഒക്കെ കാണാം. അതാണ് ഈ ഗ്ലോബൽ വില്ലേജിൽ. അത് മാത്രമല്ല കുട്ടികൾക്ക് കുറേ പാർക്ക് ഉണ്ട്. അങ്ങനെ പിന്നെ പറയുകയാണെങ്കിൽ എല്ലാത്തിനും നല്ല പ്രൈസ് റേഞ്ച് ആണ്. അതായത് നമ്മൾ പുറത്ത് മേടിക്കുന്നതിൻ്റെ ഒരു ഇരട്ടിയുടെ ഇരട്ടിയായിരിക്കും ഇതിനകത്ത്, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പം നമ്മൾ ഫസ്റ്റ് കയറി കുവൈറ്റിലാണ്. കുവൈറ്റിലെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി കുറേ ജ്വല്ലറീസ് ഉണ്ട്, ബുക്സ് ഉണ്ടായിരുന്നു, പിന്നെ ഇതുപോലത്തെ അബായാസ് ഉണ്ട്. അങ്ങനെ ഞാൻ എല്ലാ കയറിയ പവലിയനിലൊക്കെ ഉള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ എല്ലാം കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം മിക്ക പവലിയൻസിലും കോമൺ ആയിട്ടുള്ള ഡ്രസ്സസും ഒക്കെയാണ്, എന്നാൽ വെറൈറ്റി, അതായത് അവരുടെ സ്ഥലത്ത് ഉള്ള വെറൈറ്റി ഉണ്ടാവും, എന്നാലും മിക്കതിലും കുറെ കോമൺ ഷോപ്സ് ഒക്കെ നമുക്ക് കാണാം. ആൻഡ് രണ്ടാമത് നമ്മൾ കയറിയത് യമനിലാണ്. യമനിൽ കുറേ പ്രത്യേക തരം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പൈസസ് അവൈലബിൾ ആണ്. അതും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത സ്പൈസസ് ആണ് യമനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഹണി, ഒരുപാട് ടൈപ്പ് ഓഫ് ഹണി. ആൻഡ് ഓൾസോ ഇത് കണ്ടു, ഇതിലെ മെജോറിറ്റി ഒന്നും എനിക്കറിയാത്ത സ്പൈസസാ. ഈ സിനമണും ടർമറിക്കും ഒക്കെ അല്ലാതെ എനിക്ക് വേറെ സ്പൈസസ് ഒന്നും വായിച്ചു നോക്കിയിട്ട് പോലും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അത്ര വെറൈറ്റീസ് ആണ്. ആൻഡ് ഇത് നമ്മൾ പറയുന്നത് എന്താ, ഓയില് സ്ക്യൂസ് ചെയ്ത് തരും. ഇപ്പോൾ ഓണിയൻ ഓയിൽ ഉണ്ട്, റോസ്മേരി ഓയിൽ ഉണ്ട്, നല്ല പ്യുവറസ്റ്റ് ഫോമിലുള്ളത്. ആൻഡ് ദിസ് ജ്വല്ലറി, ഇതും അടിപൊളിയായിരുന്നു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ കയറിയത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ കുറച്ചുകൂടെ വെറൈറ്റീസ് ആയിട്ട് ഇതുപോലത്തെ ഇങ്ങനെ ബാത്ത് ടൈമിൽ യൂസ് ചെയ്യുന്ന ടവൽസ്, അതുപോലെ ഡ്രസ്സസ്, പിന്നെ ഇങ്ങനത്തെ ബിക്കിനി ടൈപ്പ് ഡ്രസ്സസ്, ഇതൊക്കെ ഈജിപ്ഷ്യൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സസ് ആണ്. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഗ്ലോബൽ വില്ലേജ് പോകാത്തവർക്ക്. അതായത് ഓരോ നാട്ടിലെ പ്രത്യേകത തരമുള്ള ഐറ്റംസ് ആണ് ഓരോ പവലിയനിലും അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇത് കുറെ ലൈറ്റ്സ് ഉണ്ട്, ജ്വല്ലറീസ് ഉണ്ട്. ആൻഡ് ഈജിപ്തിൽ കണ്ടൊരു പ്രത്യേക തരം ഏരിയ ആണ് കേട്ടോ അത്. പിന്നെ മൊറോക്കോയിൽ കയറി. മൊറോക്കോയിലും സിമിലർ ആയിട്ട് നല്ല കുറെ ഡ്രസ്സസ് ഉണ്ട്. ആൻഡ് എല്ലാം നല്ല പ്രൈസ് റേഞ്ച് ആണ്. നല്ല സാധാരണയിലും ഇരട്ടി പ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, നമ്മളൊരു ഫ്ലവർ ക്ലിപ്പ് ഫേമസ് ആയിട്ടുള്ള, അപ്പോൾ അത് ഞാൻ നാട്ടിൽ നിന്ന് മീഷോയിൽ നിന്നാണ് മേടിച്ചത്. അത് 100 താഴെയാണ് ഞാൻ 3 ക്ലിപ്പ് മേടിച്ചത്. ഇവിടെ ഇതിനകത്തെന്ന് പറയുമ്പോൾ 30 ദിർഹംസ് ആണ് വരുന്നത് ഒരു ക്ലിപ്പിന്. അപ്പോൾ 30 ദിർഹംസ് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു 20 റുപ്പീസ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. 23 എന്തോ ആണിപ്പോൾ. അങ്ങനെ അതാണ് ഒരു ക്ലിപ്പിന് വരുന്നത്. പക്ഷെ പുറത്ത് ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ 5 ദിർഹംസ് ആണ് വരുന്നത്. അപ്പോൾ 5ഉം 30ഉം അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം ഓരോ പ്രൊഡക്ട്സിന്റെ. ആൻഡ് നെക്സ്റ്റ് ഇറാഖിലാണ് നമ്മൾ കയറിയത്. ഇറാഖിൽ ഞാൻ പ്രത്യേകതരമായിട്ട് കണ്ടത് ഫ്രൂട്ട്സ് ആണ്. നല്ല ഫ്രഷ് ഫ്രൂട്ട്സും ജ്യൂസസും ആണ്. പിന്നെ കുറെ ഡ്രസ്സസ് ഉണ്ട്, ഓർണമെന്റ്സ് ഉണ്ട്, അങ്ങനെ. അപ്പോഴേ നമ്മൾ നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം അവിടെ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ കയറിയത് സൗദിയിലാണ്. ആൻഡ് ഓൾസോ ഐസ്ക്രീം. ഈ ഒരു ഐസ്ക്രീമിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. അത്ര ഫ്രൂട്ട്
പൾപ്പായിരുന്നു. സ്ട്രോബെറി ഉണ്ടായിരുന്നു, അതിനകത്ത് സ്ട്രോബെറി വെച്ചിട്ട് മാംഗോ പൾപ്പിലുള്ള ഒരു ഐസ്ക്രീം. നമുക്ക് എക്സ്ട്രാ മധുരമോ ക്രീമോ അങ്ങനെ ഒന്നും തോന്നില്ല, മാംഗോ പൾപ്പ് അതാണ് നമുക്ക് തോന്നുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറിയത് സൗദിയിലാണ്. ഡേറ്റ്സും പർദയും പെർഫ്യൂംസും എന്തൊക്കെയാണോ സൗദി അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളത്, അവരുടെ സ്വീറ്റ്സും ഇതൊക്കെയായിരുന്നു സൗദിയിൽ ഉണ്ടായിരുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ കയറിയത് ഇന്ത്യയിൽ. നമ്മൾ ഇന്ത്യയിൽ പിന്നെ കയറാതെ പോയില്ലല്ലോ. ഇന്ത്യയിൽ സൽവാസ് ഉണ്ട്, പിന്നെ നമ്മുടെ എന്താ ചപ്പൽസ്, ഫേമസ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ചപ്പൽസ്, നോർത്ത് ഇന്ത്യൻ ഡ്രസ്സസ്, കാരിക്കേച്ചർ ആൻഡ് ഇതുപോലെ പോട്ട്ലി ബാഗ്സ്, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ആൻഡ് ഓൾസോ ജുംക, കമ്മലുകളുണ്ട്. ആൻഡ് മെയിൻലി പറയേണ്ടത്, ഞാൻ കണ്ട പവലിയനിൽ ഏറ്റവും ലീസ്റ്റ് പ്രൈസിലുള്ള ഒരു ഏരിയ ഇന്ത്യ ആയിരുന്നു. കാരണം ജുംക 5 ദിർഹംസിനുണ്ട്, 10 ദിർഹംസിനുണ്ട്, ആൻഡ് 1 ദിർഹത്തിനുള്ള കമ്മലുകൾ ഉണ്ടായിരുന്നു. ആൻഡ് 1 ദിർഹത്തിലുള്ള ഒരു ഷോപ്പ് ഞാൻ ഇവിടെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇതുപോലത്തെ കുട്ടി കുട്ടി കമ്മലുകൾ 1 ദിർഹത്തിനുള്ള ഉണ്ടായിരുന്നു. അത് ഞാൻ ഇന്ത്യയും കറങ്ങി കഴിഞ്ഞ് നമ്മൾ വെളിയിൽ ഇറങ്ങി. ഇതിങ്ങനെ കോമൺ ആയിട്ട് കുറേ എന്താണ് ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനും, അതുപോലെ ഈ ഒരു ഏരിയയിലല്ലാതെ നമുക്ക് കുറേ റെസ്റ്റോറൻറ്റ്സും അവൈലബിൾ ആണ് പവലിയൻ്റെ ഉള്ളിലല്ലാതെ. ആൻഡ് ഈ കുട്ടി കുട്ടി ഡാൻസ് ചെയ്യുന്ന ലൈറ്റ്സ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടാണ് തോന്നുന്നത്. ഭയങ്കര ഭംഗിയായിരുന്നു. ആ ഒരു ടൈമിൽ ഈവനിങ് സെറ്റ് ആവാറായപ്പോൾ ഇതിങ്ങനെ ക്യൂട്ടായിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഫുൾ ഹോട്ടൽസ് ആണ്. നമ്മൾ മെയിൻലി കഴിച്ചതുണ്ടല്ലോ ആക്രി ബിക്രി സാധനങ്ങളാണ്. അതായത് എല്ലാ ജങ്ക്സും ഓരോരോ സ്ഥലത്ത് ഫേമസ് ആയിട്ടുള്ള എല്ലാ ക്യൂസൈനും കഴിച്ചു. അതുകൊണ്ട് തന്നെ വയറിന് പണിയാവുന്നതാണ് നമ്മൾ വിചാരിച്ചത്. കാരണം തായ്ലൻഡ് ക്യൂസൈൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, അറബിക് ക്യൂസൈൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇംഗ്ലീഷ് യൂറോപ്പ് ക്യൂസൈൻസ്, അങ്ങനെ എല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മിക്സ്. അപ്പം കഴിച്ചിട്ടുള്ള ഫുഡ്സിൻ്റെ ഒക്കെ ഒരു ഷോർട്സ് ഞാൻ എക്സ്ട്രാ ആയിട്ട് വേറെ ഇടാം. അപ്പം നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഫോളോ. കാരണം അത്രയ്ക്ക് രസമുള്ള ഫുഡ് ഐറ്റംസ് ആണ്. നമ്മൾ നീരാളിയൊക്കെ കഴിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ അല്ലാതെ ഷോർട്സിൽ ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പ്ലേസിലേക്ക് വന്നു. ആൻഡ് ഇവിടെ ഇത് ജപ്പാനാണ്. ജപ്പാനിൽ കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് ഉണ്ടായിരുന്നു. നമുക്ക് തലവേദനയ്ക്കും ബോഡി പെയിൻ, കാലിൻ്റെ, അതൊക്കെ എനിക്ക് അവർ ട്രൈ ചെയ്യാൻ തന്നപ്പോൾ ഞാനിങ്ങനെ തേച്ച് നോക്കായിരുന്നു. നല്ല സ്മെല്ലുണ്ടായിരുന്നു, വിക്സിനേക്കാൾ ഇരട്ടിയായിട്ടുള്ള. അപ്പം നമുക്ക് റണ്ണി നോസിൻ്റെ കൺജഷൻ, അടച്ചിരിക്കുന്നതൊക്കെ മാറും. നല്ലൊരു ഐറ്റം ആണെന്നാണ് പറഞ്ഞത്. അത് മേടിച്ചവരും പറഞ്ഞത് നല്ല ഐറ്റം ആണെന്നാണ്. അപ്പം അത് ഞാൻ ട്രൈ ചെയ്തു. അപ്പം ഇത് ചൂടുവെള്ളം, എൻ്റെ കയ്യിലിരിക്കുന്ന കപ്പില്ലേ, അത് ചൂടുവെള്ളത്തിൽ അവർ ഒരു ഡ്രോപ്പ് ഇട്ട് തന്നേക്കുകയാണ്. അപ്പം അതിങ്ങനെ സ്മെല്ല് ചെയ്യാൻ പറഞ്ഞു. അപ്പം നന്നായിട്ട് ഇത് മൂക്കിൻ്റെ അകത്തേക്ക് കയറും. അപ്പം ഞാൻ അത് മണപ്പിച്ച് നോക്കിയിട്ട് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കൊടുക്കുക, ഇതൊന്ന് മണപ്പിച്ച് നോക്കി നല്ല എന്നും പറഞ്ഞിട്ട്. ആൻഡ് പിന്നത്തെ ഉള്ള ഐറ്റം ആയിരുന്നു ഒരു മോഷി എന്ന് പറഞ്ഞൊരു ഐസ്ക്രീം. പക്ഷെ നമ്മളത് മേടിച്ചില്ല, കാരണം ചിലതിന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് തരും. അപ്പം നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മേടിക്കാം. അപ്പം ഇത് എനിക്ക് കണ്ടപ്പോൾ വെറൈറ്റി ആയിട്ട് തോന്നി, പക്ഷെ നമ്മൾ മേടിച്ചില്ല. ഒരുപാട് ലൈക്ക് ഐസ്ക്രീം ഓൾറെഡി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുറേ ക്ലിപ്സ് ഉണ്ട്, അതൊക്കെ ഇരട്ടി റേറ്റ് ആണ് കേട്ടോ. ഇവിടുത്തെ റേറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു നമ്മുടെ എന്താ ഫ്ലവർ ക്ലിപ്പില്ലേ എൻ്റെ തലയിലിരിക്കുന്ന ആ സിമിലർ ക്ലിപ്പിനാണ് അവിടെ ഞാൻ 30 ദിർഹംസ് കണ്ടത്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഈ ഒരു എക്സ്പ്രഷൻ ഇട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അടുത്തത് അങ്ങനെ ഇങ്ങനെ നോക്കി പോയപ്പോൾ ടാറ്റു ഉണ്ട്, കാരിക്കേച്ചർ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ ആ ഒരു സെന്ററൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പവലിയനിലാണോ കയറുന്നത്, അതിനു മുമ്പ് ഈ ഒരു പുള്ളിയെ കണ്ടിട്ട് നിങ്ങൾക്ക് ആരായിട്ടാണ് തോന്നിയത്? എനിക്ക് തോന്നിയത് നോട്ട്ബുക്കിൽ ആ ചെക്കനായിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ അവിടെ ഫുള്ള് റോം ചെയ്തു. ജപ്പാനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ അവരുടെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇത് എവിടെയായിരുന്നു? പാകിസ്ഥാനല്ല, സിറിയ ഏതാണെന്ന് ഞാൻ മറന്നുപോയി. ഒരു മിനിറ്റ്. ഓക്കെ ഗായ്സ്, പാകിസ്ഥാൻ അല്ല, ദിസ് ഇസ് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ അവിടുത്തെ പഷ്മിന ഷാൾ ഉണ്ടായിരുന്നു, അങ്ങനെ വെറൈറ്റി അവരുടെ ജ്വല്ലറി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ജ്വല്ലറിയുടെ ടെസ്റ്റിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്കത് ചേരുന്നുണ്ടെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് എടുത്തിട്ട് ഇത് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ, പൂരപ്പറമ്പിൽ ആനയെ ഒരുക്കി നിർത്തിയേക്കുന്ന പോലെ ആവും എന്നുള്ളത് കൊണ്ട് ഞാനതവിടെ വെച്ചു. പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ എല്ലാം. പിന്നെ നമ്മുടെ സ്കിൻ കെയർ ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ, മറ്റേ ഗ്വാഷ എന്നൊക്കെ ഉള്ള ആ എല്ലാ ഐറ്റംസും ഞാൻ എടുത്തിട്ട് എൻ്റെ കെട്ടിയോന് ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു, ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു അതെല്ലാം അങ്ങനെ ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് വന്നോളാൻ. അങ്ങനെ നമ്മൾ അത് അവിടെ വെച്ചിട്ട് അടുത്തടുത്ത് പോയി. അപ്പോൾ ഒരു അഫ്ഗാനിസ്ഥാൻ ഒരു ഡ്രസ്സാണ് കേട്ടോ നിങ്ങൾ ആ കണ്ടത്. ആൻഡ് ഇതുപോലെ കുറേ ഷോപ്സ് ഉണ്ട്, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉള്ള ജ്വല്ലറി, അഫ്ഗാനിസ്ഥാൻ സ്പെഷ്യൽ ജ്വല്ലറീസ്, അവരുടെ നാട്ടിലുള്ള ജ്വല്ലറീസ് ഒക്കെ ഉള്ള. അങ്ങനെ നമ്മൾ അതും കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പം
ഞാൻ ആ പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഫ്രഞ്ച് മാംഗോ പൾപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് കുറേ ഫ്രഷ് മാംഗോയുടെ ഒരു ഏരിയ കണ്ടു. ആൻഡ് പിന്നെ നമ്മൾ നടന്നു തുടങ്ങി. ഇത് ഇങ്ങനെ അവസാനിക്കാത്ത നടത്തയാണ് ഗൈസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ചൈന. ആൻഡ് എല്ലാവരും ഗ്ലോബൽ വില്ലേജ് പോകുന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ചൈന, തായ്ലൻഡ്, ആഫ്രിക്ക, കൊറിയ, ഇത് കാണാതെ പോരുതെന്ന ഈ പറഞ്ഞതിൻ്റെ ഇടയിൽ എൻ്റെ കാല ഒരു സമയമായപ്പോഴത്തേക്ക് പൊട്ടി നശിച്ച്, സത്യം പറഞ്ഞാൽ നശിച്ച്. കാരണം അത്രയ്ക്ക് വേദന എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇട്ടിരുന്ന ഷൂ എന്ന് പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് നടക്കാൻ പറ്റാത്ത ഒരു ഷൂ ആയിരുന്നു. അപ്പോൾ നന്നായിട്ട് സൈഡൊക്കെ പൊട്ടിയിട്ട് അതിൻ്റെ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇതൊരു ദിവസം കഴിഞ്ഞിട്ടാണ്, 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഡബ് ചെയ്യുന്നത്. അപ്പോഴും ഉണ്ട്. പിന്നെ നമ്മൾ ചുറോസ് കഴിക്കാനായിട്ട് പോയി. അതൊരു കൈൻഡ് ഓഫ് ഇംഗ്ലീഷ് ഫുഡാണ്. ഒരു ചുറോസ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് സ്റ്റിക്ക് പോലെ ഇരിക്കും. അതിനകത്തോട്ട് നമ്മൾ അത് ഇങ്ങനെ എണ്ണയിൽ പൊരിച്ചിട്ട് ഇവരൊരു സിന്നമൺ ഷുഗർ പൗഡർ ഇടും. ദെൻ നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കും. ആൻഡ് ഇത് ഫസ്റ്റ് നമ്മൾ ഇതാണ് കേട്ടോ കഴിച്ചു തുടങ്ങിയത്. ഐസ്ക്രീം കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ കഴിച്ചു തുടങ്ങിയത്. ആൻഡ് ഓൾസോ ഞാനിത് ഷോർട്സ്, ഫുഡിൻ്റെ എല്ലാം ഷോർട്സ് ഞാനിടാം. പിന്നിട്ടുള്ള ഒരു ഫുഡ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ആൻഡ് ആ കാർഡമം അടിപൊളിയായിരുന്നു. ഷുഗർ, ആ ഒരു സ്പൈസസ്, അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ആൻഡ് ദിസ് ഈസ് ചൈന. ചൈനയിൽ അടിപൊളി ഡ്രസ്സസ് ഉണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സസ് ഉണ്ട്. റേറ്റ് ഉണ്ട്, എന്നാലും ഡ്രസ്സസ് ഉണ്ട്. ആൻഡ് ഇത് ഫുള്ള് ഡ്രൈഡ് ഫ്ലവേഴ്സ് ആണ്. അപ്പോൾ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. റോസ് അല്ലാതെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന കുറേ റോഡ് സൈഡിൽ നിൽക്കുന്നതിൻ്റെയൊക്കെ ഡ്രൈഡ് ഫ്ലവേഴ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ ടീ ഉണ്ടാക്കും എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ എന്താ നിങ്ങൾക്ക് കാണാം. 40 dirhams, 100 dirhams ഒക്കെ. പിന്നെ കുറേ നൈറ്റ് വെയർസ് ഉണ്ട് കേട്ടോ. ചൈനയിലാണ് നല്ല തൊഴിലുണ്ടായിരുന്നു, ചൈന, തായ്ലൻഡ് ഒക്കെ. പിന്നെ കുറേ നമ്മുടെ ബാഗ്സും ഫോൺ കേസസും ഷൂസും ക്രോക്കറി ഐറ്റംസും അവൈലബിൾ ആണ്. ആൻഡ് ജ്വല്ലറി, ഓഫ് കോഴ്സ് ചൈന ജ്വല്ലറി ആൻഡ് നെയിൽ. ഈ ഒരു നെയിൽ സെറ്റിന് അവർ പറഞ്ഞു 120 dirhams ആയിരുന്നു കേട്ടോ ഒരു പാക്കറ്റിന്. പിന്നെ കുറേ സ്ക്വീസ് ടോയ്സ് ഉണ്ട്, ഇതുപോലത്തെ കുറേ ഷർട്ട് ആൻഡ് നൈറ്റ് വെയർസിൻ്റെ ഒക്കെ ഒരു വേൾഡ്. പിന്നെ കുറേ ചൈന ഫുഡ് ഐറ്റംസ് അല്ലേ, ഇതൊക്കെ എന്താ എഴുതിയേക്കുന്നതെന്ന് അറിയത്തില്ല. ലേസിൻ്റെ തന്നെയാണ്, പക്ഷെ എന്ത് ഫ്ലേവർ ആണെന്ന് അറിയത്തില്ല. പിന്നെ അവരുടെ കുറേ ഫുഡ് ഐറ്റംസ്, അവരുടെ മാംഗോയിൽ വരുന്ന കുറേ ഐറ്റംസ്. ആൻഡ് ഈ സ്കേർട്ട് ഉണ്ടല്ലോ, നമ്മുടെ മീഷോയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്ന സ്കേർട്ടാണ്. അതെനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാനത് വീഡിയോ എടുത്തതാണ്. ആൻഡ് പിന്നെ ടോയ് സെക്ഷൻ, ക്ലിപ്പ് സെക്ഷൻസ് അങ്ങനെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല ഗൈസ്. ചൈനയിൽ അത്ര ഐറ്റം ഉണ്ട്. എല്ലാത്തിനും വിലയാണെങ്കിലും അടിപൊളി ഐറ്റം. ഡ്രസ്സൊക്കെ സെറ്റ് 100 dirhamsനൊക്കെ മുകളിലും 100, 120, 200 എന്നുള്ള റേഞ്ചാണ്. പിന്നെ നമ്മൾ കയറിയത് തായ്ലൻഡ്. ഓഫ് കോഴ്സ് തായ്ലൻഡിലും കയറാനായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് തായ്ലൻഡ് കയറിയപ്പോൾ അടുത്ത ഡ്രസ്സിൻ്റെ ഒരു ലോകം. ആൻഡ് ഓൾസോ മേക്കപ്പ് ഐറ്റംസും അവൈലബിൾ ആണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഡ്രസ്സിൻ്റെ പല വെറൈറ്റീസ്, ക്രോക്കറി ഐറ്റംസ്, കുട്ടികളുടെ ടോയ്സ് ആൻഡ് വാട്ട് നോട്ട്. എന്താണ് ഇല്ലാത്തത്? അത്രയ്ക്ക് ഐറ്റംസ് ആണ് നമ്മുടെ തായ്ലൻഡിലും ചൈനയിലും ഒക്കെ. ഇപ്പോൾ ഗ്ലോബൽ വില്ലേജ് വന്നാൽ നടന്ന് കുഴയാതെ തന്നെ വന്ന് തായ്ലൻഡും ചൈനയും ആഫ്രിക്കയും ഒക്കെ കാണണം. ആൻഡ് ഇത് നോക്കൂ, മേക്കപ്പ് ഐറ്റത്തിൻ്റെ ഒരു ലോകം. ആൻഡ് ഇത് ആഫ്രിക്ക ആണ് കേട്ടോ. ആഫ്രിക്കയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. സ്ക്രബ്, അതുപോലെ മോയ്സ്ചറൈസർ ഒക്കെ. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചേ എടുത്തിട്ടുള്ളൂ വീഡിയോസ്. കാരണം ഞാൻ കുഴഞ്ഞു പണ്ടാരം മടങ്ങി. അത് കഴിഞ്ഞ് കറക്റ്റ് 10 മണി ആയപ്പോഴത്തേക്ക് ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. ആ ഒരു ഫയർ വർക്ക്സും കാണാൻ വേണ്ടി നമ്മൾ കുറേ നേരം അവിടെ ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നു. കാരണം കാല് അത്രയ്ക്ക് വയ്യ, ടു ബി ഓണസ്റ്റ്, കാല് അത്രയ്ക്ക് വയ്യ. പിന്നെ നമ്മൾ ലൈറ്റ് വർക്ക്സ് ഒക്കെ കണ്ടു. ഇപ്പോഴത്തേക്കൊക്കെ ടയേർഡായി പണ്ടാരം മടങ്ങി. പക്ഷെ എന്നിട്ട് ഞാൻ വെറുതെ വിട്ടില്ല. ഫോൺ ഓഫ് ആവാറായതുകൊണ്ട് ഫോൺ ഓഫ് ചെയ്തിട്ട് ഇത് കഴിഞ്ഞിട്ടും ഞാൻ കൊറിയ കയറി, ടർക്കി ആൻഡ് ഓൾസോ വൺ മോർ ഏതോ ഒന്നുകൂടെ ഒരു പവലിയനിലൂടെ കയറിയിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയത്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് 12:30 ആയിട്ടുണ്ടായിരുന്നു. That's it guys. I hope you like this video. If you like this video, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ഷോർട്സ് ഒക്കെ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.